കൃഷ്ണരാജ്, നമുക്കറിയാം എല്ലാ വർഷവും ഈ മണ്ഡലകാലം തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ നിയന്ത്രണം വരുന്ന ഒരു ദിവസമാണ് ഡിസംബർ 6. അത് അയോധ്യയിലെ തർക്കമന്ദിരം തകർന്നതിൻ്റെ വാർഷികമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും സന്നിധാനത്ത് വലിയ നിയന്ത്രണം വരും. അത് മുമ്പൊക്കെ ഭക്തജനത്തിരക്ക് കുറവായിരുന്നു ആ ദിവസങ്ങളിൽ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ശബരിമലയിൽ വലിയ ഭക്തജനത്തിരക്കാണ് ഇന്നത്തെ ദിവസം അനുഭവപ്പെടുന്നത്. അത് തന്നെയല്ല, അവിടെ നെയ്ത്തേങ്ങ അടിക്കുന്നതിനടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ കാലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സന്നിധാനത്ത് നിന്നും അഖിൽ ചേരുന്നു. ശബരിമലയിൽ ഇന്നും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ്. ഡിസംബർ 6-ന്റെ ഭാഗമായി ശക്തമായ സുരക്ഷയാണ് സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പരിശോധനയും ശക്തമാണ്. അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, സ്വാമി ശരണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിസംബർ 6-ന്റെ ഒരു നിയന്ത്രണങ്ങളും പ്രത്യേകതകളും ഒക്കെ തന്നെയുണ്ട്. അവിടെ ഇന്ന് നെയ്ത്തേങ്ങ അടിക്കുന്നതിനും അതേപോലെ തന്നെ 18-ാം പടിക്ക് താഴെ കരിക്ക് ഉടയ്ക്കുന്ന സ്ഥലത്തുമൊക്കെ നിയന്ത്രണങ്ങൾ ഇന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് അഖിൽ? കൃഷ്ണരാജ്, വിനോദ്, സ്വാമി ശരണം. സ്വാഭിമാന ഹിന്ദുവിന്റെ അഭിമാനമുണർന്ന ഇന്നത്തെ ദിവസം ശബരിമലയിൽ സ്വാഭാവികമായ ഒരു സുരക്ഷാ ക്രമീകരണം എല്ലാം തന്നെ ഉണ്ട്. കാരണം വലിയ ഭക്തജന തിരക്ക്, നേരത്തെ കൃഷ്ണകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു ഭക്തജന തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഏകദേശം 3 മണിക്ക് നട തുറന്ന മുതൽ 7 മണിയുടെ കണക്ക് വരുന്നത് വരെ ഏകദേശം 30,000-ഓളം പേർ രാവിലെ തന്നെ ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഏകദേശം 30,000 പേർ തന്നെ സന്നിധിയിലേക്ക് ദർശനത്തിനായി അയ്യപ്പസ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി എത്തിക്കഴിഞ്ഞു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ. അതിനോടൊപ്പമാണ് ചില സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ ഈ സന്നിധാനം പരിസരത്തും ഒക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 6-ന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ആ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പമ്പ മുതൽ സന്നിധാനം വരെയുള്ള വിവിധ പ്രദേശങ്ങളിലൊക്കെ തന്നെ ബോംബ് സ്ക്വാഡിന്റെയും ഫയർഫോഴ്സിന്റെയും വിവിധ സേനാംഗങ്ങളുടെയും ഒക്കെ തന്നെ കർശനമായ പരിശോധനയും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ ഏർപ്പെടുത്തിയാണ് ഓരോ അയ്യപ്പ ഭക്തരെയും സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. അതിനുശേഷം അയ്യപ്പ ഭക്തർ 18-ാം പടി കയറി വരുന്ന സമയത്ത് 18-ാം പടി കയറി കൊടിമര ചുവട്ടിലും അവിടെ നിന്നും സോപാനത്തിലേക്കും എത്തുമ്പോഴൊക്കെ തന്നെ അതിവേഗം ഭക്തരെ കടത്തിവിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പോലീസ് സ്വീകരിക്കുന്നത്. ഏകദേശം 900-ൽ പരം പോലീസുകാർ ഇന്ന് മാത്രമായി സന്നിധാനം പരിസരത്ത് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റു സേനാംഗങ്ങൾ, അതുപോലെ റാപ്പിഡ് ഫോഴ്സിന്റെ കേന്ദ്രസേനയുണ്ട്. അങ്ങനെ വിവിധമായ സേനകളൊക്കെ തന്നെ ഇന്ന് ശക്തമായി തന്നെ സന്നിധാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. അത് ഒരു വശത്ത് നിൽക്കുകയാണ്. സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ കാണുന്നത് പോലെ മണിക്കൂറിൽ ഏകദേശം 2,500 മുതൽ 3,000-4,000 വരെ ഭക്തജനങ്ങളാണ് ഇന്ന് ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. അത് കുഞ്ഞു മാളികപ്പുറങ്ങളടക്കം, അമ്മമാരടക്കം, വലിയ ഭക്തജനങ്ങളടക്കം, വലിയ അയ്യപ്പ സ്വാമിമാരടക്കം എല്ലാവരും, പ്രായഭേദമന്യേ എല്ലാവരും ശബരിമല ദർശനത്തിലേക്കായി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെ. നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ ഫ്ലൈ ഓവറിൻ്റെ അവിടെയൊക്കെ തന്നെ വലിയ തിരക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് 18 പടി കയറി മുകളിലേക്ക് എത്തുന്ന സമയത്ത് ഫ്ലൈ ഓവറിലേക്ക് അടക്കം ഒരു നീണ്ട ക്യൂവ് നിലനിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ 6 വലിയ പ്രശ്നമായി തോന്നുന്നില്ല. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ളതുപോലെ തന്നെ അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്ക്, നീണ്ട ക്യൂ ഇന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അവരെ സുരക്ഷിതമായി അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് അവരെ ദർശനത്തിലേക്ക് എത്തിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും വിവിധ സേനാംഗങ്ങളുടെയും നേതൃത്വത്തിൽ സന്നിധാനം പരിസരത്ത് ഒരുക്കിയിട്ടുള്ള കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ 3 മണിയോടുകൂടിയാണ് നട തുറന്നത്. 3:30 തന്നെ അഭിഷേകത്തിനു ശേഷം, തൃപ്പള്ളി ഉണർത്തലിനു ശേഷം ഒക്കെ തന്നെ നെയ്യഭിഷേകം ആരംഭിച്ചു. ഇനി 7 മണിയോടുകൂടി 7:15 ഉഷപൂജയ്ക്ക് ശേഷം വീണ്ടും നെയ്യഭിഷേകം തുടരും. അതിനുശേഷം വിശേഷാൽ പന്തിരടി പൂജയുണ്ടാകും. അതിനുശേഷം ഉച്ചപൂജയോടുകൂടിയായിരിക്കും ഇന്ന് ഉച്ചവരെയുള്ള പൂജാതി കർമ്മങ്ങൾ ഉണ്ടാവുക. അതിനു പിന്നാലെ വൈകുന്നേരം 4 മണിക്ക് നട തുറന്ന് അതിനുശേഷം 11 മണിക്ക് ഹരിവരാസനം പാടിയാണ് ഇന്നത്തെ ശബരിമലയിലെ ദിനചര്യകൾ അവസാനിക്കുക. എന്തായാലും ഇന്ന് ശബരിമല സന്നിധാനത്ത് ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ ഭക്തജന തിരക്കിന് കൂടെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വിവിധ സേനാംഗങ്ങളുടെ, കേരള പോലീസിന്റെയും അതുപോലെ തന്നെ കേന്ദ്രസേനയുടെ അടക്കമുള്ള വിവിധ സേനാംഗങ്ങളുടെ ഒക്കെ തന്നെ പരേഡ് സന്നിധാനത്ത് നിന്ന് മരക്കൂട്ടം വരെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ആകാശ നിരീക്ഷണം അടക്കമുള്ളവ ക്രമീകരിച്ചുകൊണ്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കൃഷ്ണരാജ്, അഖിൽ, ഈ തിരക്കാണെന്നറിയാം, കഴിയുമെങ്കിൽ ഭക്തരിലേക്ക് കൂടി ഒന്ന് പോകാമോ? ഭക്തരിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതാണ് കൃഷ്ണരാജ്. നമുക്ക് ഫ്ലൈ ഓവറിൽ തന്നെയുള്ള ഭക്തരോട് നമുക്ക് ചോദിക്കാവുന്നതാണ്.
അവർ ക്യൂ നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ 3 മണിയോട് കൂടിയാണ് അയ്യപ്പ ഭക്തർ ഈ ദർശനത്തിലേക്ക് വേണ്ടി ഇന്ന് എത്തിയിട്ടുള്ളത്. അവർ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഏറ്റവും അടുത്ത് അയ്യപ്പസ്വാമിയുടെ പൊന്നമ്പലത്തിൻ്റെ അടുത്തേക്ക് അവർ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി പൊന്നമ്പലത്തിൻ്റെ അകത്ത് സ്വാമിയെ കാണുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഏക ലക്ഷ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഭക്തർ നമുക്ക് ഇപ്പോൾ ചേരുന്നുണ്ട്. അമ്മ എവിടെ നിന്നാണ് വന്നത്? പാലക്കാട്, മഞ്ചേരി, മലപ്പുറം ജില്ലയിൽ നിന്നാണ് വന്നത്. ഒത്തിരി നേരമായോ ക്യൂ നിൽക്കാൻ? കുറേ നേരമായി. പുലർച്ചെയാണോ മല കയറി? അതെ, ഇപ്പൊ കയറിയിട്ടുള്ളൂ. സുഖമായ അയ്യപ്പസ്വാമിയുടെ അടുത്ത് എത്തുകയാണ്. എന്തായാലും ഇപ്പൊ നമ്മോട് സംസാരിച്ച അമ്മ മഞ്ചേരിയിൽ നിന്നാണ്. തമിഴ്നാട് അടക്കമുള്ള ഭക്തജനങ്ങൾ ഉണ്ട്, കുട്ടികൾ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കാണുന്നത് പോലെ ഇപ്പോ കുഞ്ഞു മാളികപ്പുറത്തിനോടൊപ്പം ഒരു അച്ഛൻ വരുന്നുണ്ട്. എവിടെ നിന്നാണ് ചേട്ടാ വരുന്നത്? കോഴിക്കോട്. ഒത്തിരി നേരമായോ? കുറച്ചു നേരം. രാവിലെയാണ് വന്നത്? രാവിലെ. എല്ലാവരും സംസാരിക്കുന്നതിനും അപ്പുറത്ത് അയ്യപ്പ ഭക്തർക്ക് കോഴിക്കോട് അയ്യപ്പസ്വാമിയെ കാണാൻ അടുത്തെത്തി സമാധാനായി. ഞങ്ങളോട് വരുന്നത് തന്നെ ആകെ അവിടുന്ന് മക്കളെ കൈ പിടിച്ച് കൊണ്ടുവരുന്ന സ്വാമീനെ അയ്യപ്പ സ്വാമീനെ കാണാൻ വരിക. അവർക്ക് നമ്മളോട് സംസാരിക്കുന്നതിലും അതിലും അധികം സന്തോഷമാണ് അവർക്ക് അയ്യപ്പസ്വാമിയുടെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അതിവേഗം അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് നെയ്യഭിഷേകം നടത്തി നെയ്യഭിഷേക പ്രിയനായ അയ്യപ്പസ്വാമിയെ ഒരു നോക്ക് കണ്ട് തൊഴുത് മടങ്ങുക എന്നുള്ളതാണ്. അവർ അതിലേക്കുള്ള തിരക്കിലാണ്. അവർ അതുകൊണ്ട് തന്നെ അവർ നമ്മളോട് നിന്ന് സംസാരിക്കാൻ അവർക്ക് കഴിയാത്തവണ്ണം. ശബരിമലയിൽ നിന്ന് അഖിൽ പാലോട്ട് മഠമാണ് ഒപ്പം ചേർന്നത്. ഭക്തർ മണിക്കൂറുകൾ നടന്ന് ക്യൂ നിന്ന് 18-ാം പടി കയറി കഴിഞ്ഞാൽ പിന്നെ ചാനൽ മൈക്കിന് സംസാരിക്കുകയല്ലല്ലോ പ്രധാനം. എങ്ങനെയും ഭക്തർക്ക് അയ്യനെ ഒന്ന് കണ്ടു വണങ്ങണം. ഒരു നിമിഷം അധികം അയ്യനെ കണ്ടു നിന്നാൽ അത്രയുമായി എന്ന് കരുതി വരുന്നവരാണ്, അയ്യനിലെല്ലാം സമർപ്പിച്ച് വരുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രതികരണത്തിന് ദൈർഘ്യം കുറയും, ആവേശം കൂടും. ഭക്തർക്ക് എങ്ങനെയും അയ്യനെ ഒന്ന് കണ്ട് തൊഴുതു മടങ്ങിയാൽ മതിയെന്ന അവസ്ഥയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ട് മഠം.